എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കുന്ന ഒരു ബ്രെഡ് പക്കോടയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. നമ്മുടെ വീട്ടിൽ സാധാരണ കാണുന്ന ചേരുവകളൊക്കെ തന്നെ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള മല്ലി ഒന്ന് ചതച്ചെടുത്താണ് കേട്ടോ ഇത്. ഇതുപോലെ നമ്മൾ ചതച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുഴുവനായിട്ട് മല്ലി ചേർത്ത് കൊടുക്കരുത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം എടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക ഇതുപോലെ. അപ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി നമുക്ക് രണ്ടാമത് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിൽ ഡ്രൈ മാംഗോ പൗഡർ ഉണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി ലാസ്റ്റ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഇതുപോലെ വറുത്തിട്ടൊന്ന് ചതച്ചിട്ടെടുത്താണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ കസൂരി മേത്തി ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണിത്. ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതൊരു 4 മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയിട്ടൊന്ന് ഇതുപോലെ ഉടച്ചിട്ടെടുത്താണ്. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു പച്ചമുളക് ഇതുപോലെ തീരെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ് അതിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് രണ്ടും ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പൊടികളെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തീയെ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ആ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ച ചൊവയൊന്ന് മാറിക്കിട്ടണം. ആ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്താണ് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് എടുത്താൽ മതി. അത് ഒരുപാട് വഴറ്റി വേവിക്കൊന്നും വേണ്ട. ചെറുതായിട്ട് കഴിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിന് തന്നെയാണ് സവാള ഇതിൽ കിടക്കേണ്ടത്. അപ്പോൾ സവാളയും ചേർത്ത് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ പുഴുങ്ങി ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എരിവ് ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് എരിവിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണും കൂടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ലാസ്റ്റ് ഇതുപോലെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയാണ്. ചാറ്റ് മസാലയും നിങ്ങളുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഒഴിവാക്കാനാണ്. അപ്പോൾ ചാറ്റ് മസാലയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു ഗ്രീൻ ചട്നി റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.5 കപ്പോളം മല്ലിയില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വലിപ്പമുള്ള ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഏതൊരു 1/4 കപ്പ് അളവിൽ ക്യാപ്സിക്കം ആണ്. ക്യാപ്സിക്കം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 കപ്പൊക്കെ പുതിനയില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പുതിനയില ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മല്ലിയില മാത്രമാണെങ്കിലും മതി. അപ്പോൾ ഒരു മുളകും ഇഞ്ചിയെല്ലാം ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാതെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ പീനട്ട് നിലക്കടല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ്. വറുത്തിട്ടുള്ള ചെറിയ ജീരകമാണ്. ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ തന്നെ അരച്ചിട്ടെടുക്കാം. ഇത് ഒരുപാട് വെള്ളം പോലെ ആയി പോകരുത്. ചെറിയൊരു കട്ടിക്കിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ചട്നി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഈ ഒരു ചട്നിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു ഗ്രീൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് അളവിൽ നമുക്ക് കടലമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ അളവിൽ അയമോദകമാണ് കേട്ടോ. അയമോദകവും നമുക്ക് കടയിൽ നിന്നൊക്കെ ഈസി ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അത് 1 ടീസ്പൂൺ ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു മാവിലേക്ക് നമുക്ക് വേണമെങ്കിൽ ആ ഒരു കായത്തിൻ്റെ പൊടിയെ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഈ ഒരു പൊടി നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. നമ്മളിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 1 കപ്പോളം തന്നെ വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരും. നമ്മൾ എടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ കൂടിയോ കുറഞ്ഞെന്നോ ഇരിക്കാം കേട്ടോ. ഒരുപാട് കട്ടിയായി പോകരുത്, എന്നാൽ ഒരുപാട് ലൂസായും പോകരുത് ഈ ഒരു മാവ്. 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒട്ടും തന്നെ ഇതിൽ കട്ടകൾ കാണാൻ പാടില്ല. അപ്പോൾ നല്ല പോലെ തന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു മാവ് നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ ആ ഒരു ഗ്രീൻ ചട്നി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ്. ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പിന് പകരം നമ്മളൊരു പാനിപൂരി ഉണ്ടാക്കിയ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പുളിയും ഈന്തപ്പഴമൊക്കെ വെച്ചിട്ടുള്ളൊരു ചട്നി. ആ ഒരു ചട്നി വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ബ്രെഡാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം ഇതുപോലെ ഈ ഒരു 2 ബ്രെഡ് എടുത്തിട്ട് ഒരു ബ്രെഡിൽ ഈ ഒരു ഗ്രീൻ ചട്നി നമുക്ക് നല്ല പോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ബ്രെഡിൽ ഗ്രീൻ ചട്നി നല്ല പോലെ തന്നെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഈ ഒരു ബ്രെഡിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മുടെ ഒരു ഫില്ലിങ് നല്ല പോലെ തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാടങ്ങ് ഫില്ലിങ് കൂടിയും പോകരുത് കേട്ടോ. കാരണം ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ വെയിറ്റ് കൂടിയിട്ട് ചിലപ്പോൾ പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് ഫുള്ളായിട്ട് എല്ലാ ഭാഗവും കവറാകുന്ന രീതിയിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്രീൻ ചട്നി സ്പ്രെഡ് ചെയ്ത ഒരു ബ്രെഡിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ബലത്തിൽ പ്രസ് ചെയ്യരുത്, ചെറുതായിട്ട് ഇതുപോലെ അത്യാവശ്യം ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം പ്രസ് ചെയ്തൊന്ന് ഒട്ടിച്ചതിന് ശേഷം ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് കണ്ടില്ല, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും കൂടെ നമുക്കൊന്ന് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. ഇനി അഥവാ നിങ്ങൾ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് ബേക്കിംഗ് പൗഡർ തന്നെ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അതാകുമ്പോൾ അധികം ഓയിലൊന്നും കുടിക്കത്തില്ല. ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ബേക്കിംഗ് സോഡ ആണെങ്കിലും ഓയിലാണെങ്കിലും ആ പൊരിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. അത്യാവശ്യം ഒരു മീഡിയം ചൂടായിട്ട് കിടക്കുന്ന ഓയിലേക്ക് തന്നെ വേണം കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഓരോന്നും എടുത്തിട്ട് ഈ ഒരു മാവിൽ നല്ല പോലെ തന്നെ ഒന്ന് മുക്കിയിട്ടെടുക്കുക. അതിനുശേഷം നല്ല ചൂടായിട്ട് കിടക്കുന്ന ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരുപാട് നമ്മൾ കുറച്ച് വെച്ച് കൊടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. തീ നമ്മൾ ഒരുപാട് കുറച്ച് വെച്ച് കൊടുക്കുമ്പോഴാണ് ഇത് ഓയിൽ കുടിക്കുന്നത്. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് റെഡി ആയി വരുമ്പോഴത്തേക്കും നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഒരുപാടങ്ങ് ഡാർക്കായി പോകണ്ട. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാവുന്നതാണ്. ഒരുപാടങ്ങ് ഡാർക്ക് കളറാവരുതെന്നുള്ളൂ, പക്ഷെ മാവൊക്കെ നന്നായിട്ട് വെന്തിരിക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോന്ന് മാവിൽ മുക്കിയിട്ട് നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് പൊരിച്ചിട്ടെടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ മാവിൽ മുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടേണ്ടതാണ്. മാവിൽ നമ്മൾ കുറച്ച് സമയം അങ്ങനെ വെച്ചിരുന്നാൽ ആ ഒരു ബ്രെഡ് കുതിരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേണം നമ്മളൊരു മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ, കയ്യിലൊന്നും എണ്ണ തെറിക്കാതെ. അപ്പോൾ ഇത് കണ്ടില്ല, എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം. ഇത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ എങ്ങനെയാണ് ബ്രെഡ് പക്കോട വാങ്ങിച്ച് കഴിക്കുന്നത് അതേ രീതിയിൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രെഡ് പക്കോട നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.